പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളുടെ മുമ്പായ ഒരു സ്നേഹ സന്ദേശം അറിയിക്കുവാൻ തന്നെ വന്നിരിക്കുന്നു. ചില നാളുകൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ നിരവധി ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉള്ള ലോകത്താണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത്. മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് അല്പം ആശ്വാസത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പോകാത്ത വഴികളില്ല, മുട്ടാത്ത വാതിലുകളില്ല. ലഭിക്കുന്നതോ ഉപദ്രവങ്ങളും മരണവും, ഒടുവിൽ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യ നരകവുമാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ അഭിമുഖീകരിക്കുന്ന അനുഭവങ്ങൾ ഒരേപോലെ ഇരിക്കുന്ന മനുഷ്യർ മതങ്ങളുടെ പേരിൽ ഇന്ന് വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ആഗോള വ്യാപനത്തിൽ ലോകത്തെല്ലായിടത്തും. എന്നുവെച്ചാൽ ലോകത്തിൻ്റെ അന്ത്യകാലങ്ങളിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ നാശത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് രക്ഷപ്പെടുവാനുള്ളൊരു മാർഗമാണ് മനുഷ്യൻ നിന്ന് അന്വേഷിച്ച് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും, വടക്ക് നിന്ന് തെക്കോട്ടുമായിട്ട്, തെക്ക് നിന്ന് വടക്കോട്ടുമായിട്ട് മനുഷ്യൻ അല്പം ആശ്വാസത്തിന് വേണ്ടി പല വഴികൾ താണ്ടി, പല വാതിലുകൾ മുട്ടി, പല വാതിലുകളിൽ ചെന്ന് ആശ്വാസത്തിന് വേണ്ടി നിലവിളിക്കുവാണ്. ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവൻ്റെ അധ്വാനം കൊണ്ട് അവൻ തീർത്ഥാടനങ്ങളൊക്കെ നടത്തി സമാധാനത്തിന് വേണ്ടി ഓടുവാണ്. പക്ഷെ മനുഷ്യൻ്റെ ആയുഷ് മൊത്തം ഓടിത്തീർന്നിട്ടും മനുഷ്യൻ മരിക്കുന്നതുവരെ അവൻ ആ സമാധാനമായിരിക്കുന്ന വാതിലുകൾ കണ്ടെത്തുവാനോ അവിടെ നിന്ന് ഒരിടത്തു നിന്നും അവനൊരു ആശ്വാസകരമായിരിക്കുന്ന വാക്കുകൾ ലഭിക്കുന്നതോ കാണുവാൻ കഴിയുന്നില്ല. അവിടെ വർഗ വിവേചനപരമായിരിക്കുന്ന അനുഭവങ്ങളും പ്രവൃത്തികളുമാണ് വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന ഈ ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിരിക്കുന്ന 1-ാം നൂറ്റാണ്ട് തൊട്ട് യുഗലോകത്തിലേക്ക് മാനവജാതിയുടെ പാപത്തിൻ്റെ പകരക്കാരനായി മരിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പുരുഷന്റെ ബീജത്താലല്ല, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉരുവായിക്കൊണ്ട് എന്തിനു വേണ്ടി സർവ്വ ലോക മനുഷ്യന്റെ പാപത്തിൻ്റെ പരിഹാരകനായി മരിപ്പാൻ ഒരു ശരീരം സ്വീകരിച്ച് ഇറങ്ങി വന്നവനായ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടൊരു നാമമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്ന യേശുക്രിസ്തു മാത്രമാണുള്ളത്. ആ യേശുക്രിസ്തു പറയുവാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഈ യേശുക്രിസ്തു ആടുകളുടെ ഇടയനുമാണ്, വാതിലുമാണ്. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ ഉപജീവനമാണ് ആട്, കൂട്ടങ്ങളായിട്ടുള്ള ആട്. അതിനുള്ള ഇടയനുണ്ട്. ഇടയൻ്റെ സംരക്ഷണത്തിലാണ് ഈ ആട് കഴിയുന്നത്. ഈ ആടുകളുടെ ഇടയിലേക്ക് ആർക്കെങ്കിലും കടന്നു പോകണമെങ്കിൽ ഇടയനെ കവച്ചേ പോകാൻ പറ്റും. അതിൻ്റെ വിശദീകരണങ്ങൾ ഒരുപാടുണ്ടോണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഇടയൻ അവിടെ വാതിലായിട്ട് നിൽക്കുവാണ്. ഇടയൻ, നല്ലിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത് പോലെ ഈ യേശുക്രിസ്തു ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ വന്നിരിക്കുകയാണ്. ഈ കർത്താവ് പറഞ്ഞ ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആരാണ് ആട്? ആട് നിഷ്കളങ്ക ജീവിയാണ്. ആട് പാപം ചുമന്നും നടക്കാത്തവനാണ്. ആട് പാപമോചിതനൻ സമനാണ്. ഈ യേശുക്രിസ്തുവിനെ ആടായിട്ട് തന്നെ യോഹന്നാൻ സ്ഥാപകൻ വിളിച്ചു പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് കണ്ടിട്ട് യോഹന്നാൻ സ്ഥാപകൻ പറയുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ വരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പിൻപിൽ ഒരാളുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. എന്നാൽ അവൻ കാലാന്തരങ്ങളിൽ മാനവജാത പാപത്തിന്റെ പകരക്കാരനായി ഈ ഭൂമിയിൽ യോഹന്നാന് ശേഷം ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടു. യോഹന്നാൻ യേശുക്രിസ്തുവിന് വേണ്ടി വഴി ഒരുക്കുവാൻ വേണ്ടി വന്നവനാണ്. മാനസാന്തര സ്നാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പറഞ്ഞ, ദാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആട് നിഷ്കളങ്ക ജീവി. ആട് ദൈവത്തിന് യാഗമായ പ്രസാദകരമായി തീർന്ന യാഗമാണ്.
ആ ആട് യേശു ക്രിസ്തു ആയിരുന്നു. ആ യേശു ക്രിസ്തു സർവ്വലോക മനുഷ്യൻ്റെ പാപത്തിൻ്റെ പകരക്കാരനായി യാഗമായി തീർന്ന കുഞ്ഞാടാണ്. കേവലം പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ഈ യേശു ക്രിസ്തു യാഗമായി തീർന്നത് ആരെങ്കിലും യേശു ക്രിസ്തുവിനെ കൊല്ലുകയോ മറ്റോ ചെയ്തതല്ല. യേശു ക്രിസ്തുവിൻ്റെ സംഭവങ്ങൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു ജനിക്കുന്ന രീതി, നമുക്കൊരു മകനെ നൽകപ്പെട്ടിട്ടുണ്ട്. അവൻ ആരായിരുന്നുവെന്നും അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നുള്ളത്. കാരണം എന്നേക്കും ഉണ്ടായിരുന്ന ദൈവം ഒരു മനുഷ്യപുത്രനായി, ഒരു മകനായി തന്നെ, ദൈവത്തിന് മകനായി തന്നെ ഈ ഭൂമിയിലേക്ക് ജനിച്ച കാര്യം വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 9:6 ഈ വിഷയം നാം മനസ്സിലാക്കുക. ആ കർത്താവ് പറയുവാണ്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഈ വാതിലൂടെ അല്ലാണ്ട് ആർക്കും ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പോകാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞ്, ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. സർവ്വലോക മനുഷ്യനും ആശ്വാസകരമായിരിക്കുന്ന ഒരു വാതിൽ. നമ്മുടെ വീടുകളിൽ അകത്തൊക്കെ ഒത്തിരി വാതിലുകളുണ്ട്. വീടിന് പുറത്ത് 2 വാതിലുണ്ട്. ഒന്ന് ബാക്ക് വാതിലും ഒന്ന് ഫ്രണ്ട് വാതിലും. നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ പുറകിലത്തെ വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ട് ഫ്രണ്ടിലെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ പിന്നീട് തിരിച്ച് വരുമ്പോൾ ഒരിക്കലും പുറകിലത്തെ വാതിൽ കൂടെ അകത്ത് കടക്കാറില്ല. നമ്മൾ തീർച്ചയായിട്ടും ഫ്രണ്ടിലുള്ള ഒരേ വാതിലൂടെ തന്നെയാണ് ആ വീട്ടിലേക്ക് കിടക്കുന്നത്. എത്ര പേരുണ്ടെങ്കിലും അംഗങ്ങളെല്ലാം ആ വീട്ടിൽ കിടക്കുന്ന ഒരേ വാതിലില്ല. ഇനി പിൻവാതിലിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ അവർ കള്ളന്മാരാണ്, അത് പൊളിച്ചിട്ട് കിടക്കുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വാതിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് ഒരേ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ കർത്താവാകുന്നു. ആ കർത്താവാകുന്ന വാതിലിൽ കൂടെ കടക്കുവാൻ ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വേദഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്താണ്? ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഇന്ന് ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാൻ വഴിയാണെന്ന്? എന്നെ നിങ്ങൾ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ നിത്യസന്തോഷത്തിൽ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഏതെങ്കിലും ഗ്രന്ഥത്തിന് പ്രസ്ഥാനങ്ങൾ കഴിയുമോ? ഏതെങ്കിലും ആൾ ദൈവങ്ങൾ കഴിയുമോ? ഞാൻ സത്യമാണെന്ന് ആരെങ്കിലും പറയാൻ കഴിയുമോ? സത്യം എവിടെ? ലോകത്ത് എവിടെയെങ്കിലും സത്യത്തെ കാണിക്കാൻ കഴിയുമോ? സത്യം ചെയ്യാമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ തന്ന കാലാകാലങ്ങളിൽ പല രാഷ്ട്രീയക്കാരും മതപ്രസ്ഥാനങ്ങളും പല ഇലക്ഷനുകളെ അഭിമുഖീകരിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പല പ്രസ്ഥാനങ്ങളിൽ കയറി അവരാരെങ്കിലും സത്യം പ്രവർത്തിക്കുന്നുണ്ടോ? അല്പസ്വല്പമൊക്കെ അവിടെയൊക്കെ ചെയ്യായിരിക്കും. ഇനി ഞാൻ ജീവനാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ജീവനാണെന്ന്, ഇതുപോലെ ജീവനാണെന്ന്. മനുഷ്യന് ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് സത്യം. ജീവൻ മനുഷ്യന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. ഈ സത്യത്തെ ഉൾക്കൊള്ളുന്നവൻ അവൻ ജീവനുള്ളവനാണ്. അവനൊരു ശരീരമുണ്ട്, അവനൊരു രക്തമുണ്ട്, അവനൊരു ജീവനുണ്ട്. ഇത് 3 അടങ്ങിയിരിക്കുന്ന ശരീരത്തിൽ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്നുവെങ്കിൽ അവൻ സത്യത്തിൽ ജീവിക്കും, സത്യം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണമല്ലോ. കർത്താവ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെയല്ല ആരും പിതാവിൻ്റെ അടുക്കൽ നിൽക്കില്ല. ലോകത്തിൽ ഇതുപോലെ ആരെങ്കിലും സ്നേഹിക്കുവാനോ, ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാതിലാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നു, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായ ക്രൂസിന്മേൽ പൂർണ്ണമായി സമർപ്പിതനായി ദൈവത്തിന് കുഞ്ഞാട അറുക്കപ്പെട്ട് എൻ്റെ രക്തത്താൽ സർവ്വഭാഷകളും ഗോത്രങ്ങളും സർവ്വലോക ജനങ്ങളും പാപരഹിതരായി തീരുവാൻ തക്കണം. എല്ലാവർക്കും വേണ്ടി പാപത്തിൻ്റെ പരിഹാരമാർഗനായി ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നേക്കും ജീവിക്കുന്ന ഒരു വാതിലാണെന്ന് കർത്താവ് പറയുവാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കണമല്ലോ. ഈ യേശു കർത്താവ് നിങ്ങളെ മാടി വിളിക്കുന്നു, ക്ഷണിക്കുന്നു. ഈ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ 5 പൈസയുടെ ആവശ്യമില്ല, ഒരു തീർത്ഥാടനത്തിന് ആവശ്യമില്ല, നിങ്ങളുടെ ആയിരിക്കുന്ന യാതൊരു സാമ്പത്തിക ചെലവുമില്ലാതെ വണ്ണം ഹൃദയം നിറഞ്ഞ് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയാൻ കഴിയുമോ? റോമാലേഖനം 10-ാം വാക്യം. രക്ഷയ്ക്കായിട്ട് വായു കൊണ്ട് ഏറ്റുപറയും, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന അവസ്ഥ അവിടെ പറയുന്നുണ്ട്. വേറൊരു മാർഗവുമില്ല. ഞാനിവിടെ പ്രസംഗിക്കുന്നത് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടൊരു നാമമുണ്ടെങ്കിൽ, ഒരു വാതിലുണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് സർവ്വലോക മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരകനാൽ ക്രിസ്തുവിന് വില കൊടുത്ത്
ദൈവത്തിന് പ്രസാദകരമായ യാഗമായി തീർന്ന് മരിച്ചു, അടക്കപ്പെട്ടു ജീവിക്കുന്ന യേശു ക്രിസ്തുവിനാണ് പ്രസംഗിക്കുന്നത്. ഈ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരോ ആകട്ടെ, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും, നിങ്ങൾ എത്ര വലിയ ക്രൂരന്മാരായിരുന്നാലും, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങളെ ആഹ്വാനം വിളിക്കുന്നു. കർത്താവിന് വിളി കേൾക്കുമ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സമാധാന സന്തോഷമുള്ളവരാക്കാം. ഈ ലോകത്തിൻ്റെ ഭയപ്പാടിനെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മദ്യത്തിലോ മയക്കുമരുന്നിലോ മറ്റ് ദുർമാർഗ ജീവിതങ്ങളിലോ അകപ്പെട്ട് നിങ്ങളുടെ ജീവിതം നശിക്കത്തില്ല. ഏതൊരു മനുഷ്യൻ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയമുണ്ടാകുകയില്ല. ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള ഉറപ്പുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കേട്ട വചനങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. എല്ലാവരും ദൈവകൃപയാൽ അനുഗ്രഹമായിരിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.